അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടി കാലത്ത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞത് 2021 പിണറായി വിജയൻ മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ എന്റെ ഒരു നയാ പൈസ കൊടുത്തിട്ടില്ല. 174 കോടി രൂപ, 174 നേരെ പകുതി പൈസ, നേരെ പകുതി പണം കൊടുത്ത പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. നേരെ 174 കോടി രൂപ നൽകിയത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. ജി സുധാകരൻ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയാണ്. ആ സമയത്താണ് പൂർത്തിയാക്കിയത്. ഞാൻ പറയുന്നത് ഇത് കല്ലിട്ട കാലത്ത് ആരും ഒന്നും ചെയ്യില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ 40 കൊല്ലം എടുത്തു. ആ 40 കൊല്ലം എടുത്ത് 2021 പൂർത്തീകരിക്കപ്പെടുമ്പോൾ 75% പണിയും നടന്ന കാലം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലമാണ്. അതാണ് ഞാൻ പറയുന്ന കാര്യം. 2021 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരു ബൈപ്പാസ് ഇല്ലാത്ത പോലെ കേന്ദ്രം പകുതി സംസ്ഥാനം പകുതി. 174 കോടി കേന്ദ്രം വെച്ചു, 174 കോടി സംസ്ഥാനം വെച്ചു. ആരാ പൈസ കൊടുത്ത്? പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഉമ്മൻചാണ്ടിയുടെ കാലം പോയി. ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചു, കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചു, ഒരേപോലെ ഭരിച്ചില്ലേ? ഇവിടെ പറഞ്ഞ പോലെ 6 കേന്ദ്രമന്ത്രി, AK ആന്റണി, വയലാർ രവി, കൊടിക്കുന്ന് സുരേഷ്, KC വേണുഗോപാൽ, ഇത്രയും പേർ ജില്ലയിൽ നിന്ന് മന്ത്രി, കേന്ദ്രമന്ത്രി. എന്തേ പണിതില്ല? നിങ്ങൾ പൂർത്തിയാക്കിയോ? ഒന്നും ചെയ്തില്ല. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന. സംസ്ഥാനവും കേന്ദ്രവും കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഉണ്ടായില്ല. 174 കോടി രൂപ എടുത്ത് പിണറായി വിജയൻ കൊടുത്തപ്പോഴാണ് പൂർത്തിയാക്കപ്പെട്ടത്. അങ്ങനെയാണ്. അവസാനം 2 റെയിൽവേയുടെ തർക്കം വന്നു, റെയിൽവേയുടെ 2 ഗഡറിന്റെ പ്രശ്നം വന്നു, റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗഡറിന്റെ പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നപ്പോ ആ സമയത്താണ് ആരിഫ് ഇടപെടുന്നത്. റെയിൽവേയും NHും റെയിൽവേയുമായി കടുത്ത തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിക്കാൻ MP ആയിരുന്ന ശ്രീ ആരിഫ് അദ്ദേഹം ഇടപെട്ടുകൂടി ആ തർക്കം പരിഹരിച്ചാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതിൽ 75% പണി പൂർത്തീകരിച്ച് പണം കൊടുത്തത് പിണറായി വിജയൻ കാലത്താണ്. ഇത് യാഥാർത്ഥ്യമാണ്.